മക്കളെ സുഖാണോ? Yeah, I'm fine, Granny. I don't know who you are because I have never seen you before. You're my grandma's friend, right? Right. Ahana. Who is it? It's Granny, Papa. ഷീല ആൻറ്റി സുഖമാണോ? സുഖം മക്കളെ. ശ്രേയ എവിടെ? ഇവിടെ ഉണ്ട് ആന്റി. എടാ മോൾ എന്തോന്ന് പറഞ്ഞേ? ഇവളുടെ അടുത്ത് സൈഡൊക്കെ ചോദിച്ച്. അമ്മ ഞാൻ ഒന്നാമത് ഓഫീസിൽ പോകാൻ ലേറ്റായി. ഇപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. അമ്മ എല്ലാം കഴിച്ചോ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? കഴിച്ച് ശരിയാ, ഞാൻ വിളിച്ചോളാം. വിളിക്കണത് തന്നെ 2-3 ദിവസത്തിനും ഒരിക്കൽ. ഒരു 10 മിനിറ്റ് നമ്മുടെ അടുത്ത് നേരെ സംസാരിക്കാൻ പോലും അവന് സമയമില്ല. മോളടുത്ത് സംസാരിക്കണമെങ്കിൽ അവൻ വേണം. അവൾക്ക് മലയാളം പറഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാവും, പക്ഷെ തിരിച്ചു പറയാൻ അറിഞ്ഞൂടാ. പിന്നെ ഈ ഏരിയയിൽ ഒരു പിള്ളേർ പോലും അവൾ പറയണത് പോലെ വെടിപ്പിൽ ഇംഗ്ലീഷ് പറയൂല. ഈയിടയ്ക്ക് എങ്ങനെ അവരിങ്ങോട്ട് വന്നോടി? എവിടെ, 2 വർഷത്തിന് മുമ്പ് അവളുടെ വിസ പുതുക്കാൻ വന്നപ്പോൾ 4 ദിവസം ഇവിടെ വന്ന് നിന്നു. ഈ വർഷം അവൻ്റെ വിസ തീരും. പുതുക്കാൻ വരുമ്പോൾ കാണാം. പിള്ളേരെ കണ്ണു മുമ്പേ ഇല്ലെങ്കിൽ എനിക്ക് പറ്റൂല ഏട്ടാ. അവരിവിടെ കിടന്നിട്ട് എന്ത് കിട്ടാനാ? അവർ 1 വർഷം ഇവിടെ ഉണ്ടാക്കുന്ന പൈസ അവർ 1 മാസത്തിലും ഉണ്ടാക്കും. ഇപ്പം തന്നെ കവടിയാറിൽ 95 ലക്ഷം കൊടുത്ത് ഒരു ഫ്ലാറ്റ് വാങ്ങിച്ച്. നമ്മൾ ആയുസ് മുഴുക്കെ പാടുപെട്ട ഇത് പറ്റുമോ? എടി എന്നാലും നീ ഒറ്റയ്ക്ക് ഈ പ്രായത്തിൽ. എടി ഈ വീട് മുഴുക്ക CCTV വെച്ചിട്ടുണ്ട്. അവൻ ആവശ്യത്തിന് പൈസയും അയച്ചു തരണുണ്ട്. എവിടെയെങ്കിലും പോകണമെങ്കിൽ ഡ്രൈവറേയും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പോരെ? അതിനും ഒരു ഭാഗ്യം വേണ്ടേ? ദൈവം സഹായിച്ച് ഇപ്പം നല്ല സൗകര്യവും ഉണ്ട്, ആരോഗ്യവും ഉണ്ട്. പിന്നെ എന്തിനാ അവർ എന്നെയും കെട്ടിപ്പിടിച്ചിട്ട് ഇവിടെ കിടക്കണത്? എടി അമ്മ ബാത്റൂമിൽ വീണെന്ന്. കുറച്ച് മുന്നേ എന്നെ ഇപ്പൊ ശ്യാമ വിളിച്ച് പറഞ്ഞേ. നട്ടലിന് പൊട്ടലൊക്കെ ഉണ്ട്, 6 മാസം ബെഡ് റെസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയണേ. ഈ വയസ്സാം കാലത്ത് പൊട്ടലൊക്കെ വന്നാൽ പിന്നെ അങ്ങോട്ട് പാടാണ്. ശ്രദ്ധയില്ലാതെ ഓരോന്ന് ചെയ്തു കൊടുക്കും. ഇനിയിപ്പോ അധികം ചെലവാ മരുന്ന് ട്രീറ്റ്മെന്റിലൊക്കെ പറഞ്ഞോണ്ട്. എന്തായാലും പോട്ട്, സഹായത്തിന് ഒരാളെ വെക്കണമല്ലോ. ഇവിടത്തെ കാര്യം വിട്ടിട്ട് എന്നെ നാട്ടിലോട്ട് പോകാൻ പറയല്ലേ. നീ പോയാ എന്റെ കൊച്ചിനെ കാര്യം ആര് നോക്കും? ആരും ആവശ്യമില്ല. വല്ല കെയർ ടേക്കറിനെ കിട്ടുമോ നോക്കാം. മാസം 20,000 രൂപ അങ്ങനെ പോയി കിട്ടും. സത്യം അമ്മയ്ക്ക് ഇത് വല്ലതും അറിയണോ? ഞാൻ ആ ഫ്ലാറ്റിന്റെ റെന്റ് ഒരു സേവിങ്സ് ആയിട്ട് പ്ലാൻ ചെയ്തേ, അത് പോയി കിട്ടി. എന്തായാലും ഒരാളെ വെക്കാം, അല്ലെങ്കിൽ നാട്ടുകാർ നമ്മളൊന്നും ചെയ്യണില്ല എന്ന് പറയും. അവനെ അറിയിച്ചാ അവര് വരുമോ? അവന് ലീവ് കിട്ടില്ലടി. അത്യാവശ്യത്തിന് ബാത്റൂം പോകാനൊക്കെ എനിക്ക് പറ്റും. എന്നാലും ഈ മരുന്നൊക്കെ ഉള്ളതുകൊണ്ട് കൈസായപ്പോഴായാലും വേണം. തൽക്കാലം ഒരു ഹോം നേഴ്സിനെ അയക്കാമെന്ന് ചേട്ടൻ പറഞ്ഞേ. ശരിടാ. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. ശരി എന്നാ. എന്താടാ? വേറെ ഒന്നല്ല, ഞാൻ മറ്റേ വണ്ടി ഓട്ടിക്കാൻ പോണ ജയന്തി ആൻറ്റി ഉണ്ടല്ലേ, അവിടെ ഒരു ഹോം നേഴ്സിനെ വേണമെന്ന് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ. ഉള്ളവന്മാരാണെങ്കിൽ ഓരോ സ്ഥലത്തായിട്ട് കയറി പോവുകയും ചെയ്തു. ആരാ നോക്കിട്ടെന്നാണ് ആലോചിക്കുന്നത്. ഞാൻ വന്നാ മതിയാ? പോരാണീറ്റ് കുറച്ചൊന്നിട്ട് വീട്ടിൽ കുത്തിരിക്കണം. നിന്നെ ഓരോ സ്ഥലത്ത് കൊണ്ട് കയറ്റിയായിരിക്കും. അറിയാം, ഇതിലത്ര വലിയ കാര്യമൊന്നുമില്ല. കൃത്യസമയത്ത് ആഹാരം കൊടുക്കണം, സമയാസമയത്ത് മരുന്നെടുത്ത് കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. എടി എനിക്ക് ആഴ്ചയിൽ 2-3 ഓട്ടം കിട്ടണു. നീ ആയിട്ടത് തെളിക്കൂ. അറിയാ, അവരെ മോൻ കാനഡയിലല്ലേ, അവിടെയാണെങ്കിൽ ഹോം നേഴ്സിനൊക്കെ നല്ല സ്കോപ്പാണ്. ഞാൻ അവരെ 6 മാസം ഈ തള്ളെ മര്യാദയ്ക്ക് നോക്കിക്കോളാം. അപ്പോൾ അവർ വഴി അവരുടെ മോൻ വഴി നീ ക്യാമ്പിലോട്ട് പോകാൻ വേണ്ടി സെറ്റ് ചെയ്ത് കളിയാ. അവസാനം എനിക്ക് വഴിയടക്കാൻ പറ്റാതെ ആക്കോടാ നീ. എടേ നിനക്ക് ഇതിനെക്കുറിച്ച് വല്ല ധാരണ ഉണ്ടോ? ചേട്ടാ, നമ്മൾ ആരിയില്ലേ, അവളിപ്പോൾ നേഴ്സാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അവളെ വിളിച്ച് ചോദിച്ചോളാം. നീ ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിക്കാണല്ലേ? ശ്യാമ ബാക്കിയെല്ലാം നീ തന്നെ അങ്ങ് ഡീൽ ചെയ്താൽ മതി. അയാളിവിടെ ഉണ്ടോ? ഒന്ന് കൊടുത്തേ. ഓക്കെ ഏട്ടാ. അരുണ എല്ലാം നന്നായിട്ട് നോക്കിക്കൊള്ളണേ. ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ വീഡിയോ കോൾ വരാം. വന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ചേട്ടാ, അമ്മയുടെ എല്ലാ കാര്യത്തിനും ഞാൻ നോക്കിക്കോളാം. ചേട്ടാ സമാധാനമായിട്ട് ഇരിക്കണം. ശരി. മരുന്നൊക്കെ എവിടെയുണ്ട്? സമയം അമ്മ
ആ കാര്യങ്ങളെല്ലാവരും ഞാൻ നോക്കിക്കോളാം. അമ്മയ്ക്ക് എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ ദാ ആ ഡോറിൻ്റെ അപ്പുറത്തുണ്ടാവും. അതിനല്ലേ എൻ്റെ മോൻ നിന്നെ പൈസ കൊടുത്ത് നിർത്തിയിരിക്കണത്. നീ പറയണത് കേട്ടാ എന്തോ ഹോസ്റ്റലിൽ ചെയ്ത് തരണ പോലെ ഉണ്ടല്ലോ. നല്ല സീനാണല്ലോ. അപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? നാഴികയ്ക്ക് 40 വട്ടം എൻ്റെ മോൻ പുറത്ത്, എൻ്റെ മോൻ്റെ കാശ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. സഹിച്ചേ പറ്റും. പിന്നളിയാ മരുന്നൊന്നും മാറി കൊടുത്തളയില്ലടാ. പോടാ, ഇങ്ങനെയൊക്കെയല്ലേ അവരൊന്ന് പഠിക്കുന്നത്. അമ്മായിൻ കഴിക്കാതെ ഉയിരില്ല അമ്മച്ചി കോപ്പറേറ്റ്. എടാ അത് ഗ്യാസിൻ്റെ പിന്നെ തോന്നുന്നു ഡൈക്ലോഫെനാക് 50 mg. അതാ അത് 2 നേരം ആഹാരത്തിന് ശേഷം. തൽക്കാലം ഇവിടുത്തെ മരുന്ന് കഴിഞ്ഞു. എടാ ഇത്ര ആത്മാർത്ഥത നീ +2 പഠിച്ചപ്പോൾ കാണിച്ചിരുന്നെങ്കിലേ ഇപ്പോൾ നല്ല വല്ല ജോലിക്കും കയറിക്കൂടായിരുന്നോ? മതി മതി, നീ ഫോൺ പോയി. എന്നെ കണ്ടിലേക്ക് തള്ളാടുന്നപ്പോൾ കാറാൻ തുടങ്ങും. ശരി ഹലോ, പറയടാ. എടി പിന്നെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തള്ളാരെ BP ഒന്ന് നോക്കണം. ഞാൻ അങ്ങോട്ട് വിളിക്കും, പക്ഷെ ഒന്നും ചോദിക്കൂല. നീ എനിക്ക് ഇൻസ്ട്രക്ഷൻ ഇങ്ങോട്ട് തന്നുകൊണ്ടിരിക്കണം. അത് കേട്ട് ഞാൻ ചെയ്തോളാം. ഓക്കെ? ശരി ശരി. മക്കളെ നിങ്ങളെ കാണണം പോലെ തോന്നണടാ. അതിനിപ്പോൾ എന്താ ഇപ്പം ഇങ്ങനെ കാണാനല്ലേ. ഇനിയിപ്പോൾ നേരിട്ടാണെങ്കിൽ വന്നു പോകാനുള്ള ലീവും ഇല്ല. എന്തായാലും 6 മാസം അതിന് വിസ പുതുക്കാൻ പറഞ്ഞല്ലോ. ശരി, നിങ്ങളുടെ ഇഷ്ടംപോലെ വീഡിയോ ചെയ്യ്. കോളാ, ഒന്ന് ഇംപ്രസ് ചെയ്തേക്കാം. അമ്മേ, അല്ലെങ്കിൽ തന്നേ ഈ പാല് കുടിച്ചേ. ചേട്ടാ, അമ്മയുടെ മുട്ട് നല്ല വേദനയുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ മരുന്നൊക്കെ കഴിഞ്ഞു. ഞാൻ നാളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോക്കോട്ടെ. അമ്മയ്ക്ക് മുട്ടിൽ തേയ്മാനം ഉണ്ടായിരുന്നേ. വീഴുന്നതിന് 1 മാസം മുന്നേ ഒരു ഇഞ്ചക്ഷൻ എടുത്താ. അത് ഏത് മുട്ടിൽ? അത് അമ്മയുടെ തന്നെ ചോദിക്ക്. ഇടത് വിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ കൊണ്ട് വലത് മുട്ടിൽ ഏൽപ്പിച്ചോളാം. ഓ വേണ്ടായിരുന്നേ, മരുന്ന് വിളിച്ചു പറഞ്ഞാൽ കമ്പനിക്കാർ വീട്ടിൽ കൊണ്ടുവന്ന് തരും. എടുത്താൽ മതി. ഞാനാ സർ BP ഒക്കെ നോർമലാണ്. ഇപ്പം കഴിക്കുന്ന മരുന്ന് ഞാൻ കണ്ടിന്യൂ ചെയ്താൽ മതി. സർ 1 മിനിറ്റ്. ഇപ്പം പെട്ടാ? എടാ ഇതാണ് ഞാൻ പറഞ്ഞ, നീ വിചാരിക്കുമ്പോൾ ഇത് കുട്ടികളിയല്ലെന്ന്. എടി ഇനിയിപ്പോൾ എന്തോ നീ വന്ന് നിർത്തി തരൂ. അപ്പം നീ എടുക്കാത്ത എന്തെന്ന് പറയും? അതിപ്പം എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ മാത്രം കൈ വറയ്ക്കുമെന്ന് പറയാം. ഒന്ന് പാടി. ഇഞ്ചക്ഷൻ എടുക്കാൻ കൈവരയ്ക്കുന്ന ഒരു ഹോം നഴ്സ്. താങ്ക്സ്. ഇനി ഇവരെ എങ്ങനെയും സോപ്പിട്ടിട്ട് ഇവരെ മോൻ്റെ ഗർഭിണി കാനഡയിൽ പോകണം. അതാണ് എൻ്റെ പ്ലാൻ. നീ കാനഡയിൽ പോയി ഇതൊക്കെ ആരും ഒന്ന് ചെയ്തു തരും? യൂട്യൂബ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ChatGPT നോക്കും. എന്നാ മോനെ, നീ വിചാരിക്കും പോലെ കാനഡയിലൊക്കെ പോകണമെങ്കിലേ സർട്ടിഫൈഡ് ആയിരിക്കണം. അതറിയാമോ? അയ്യോ, അപ്പം എൻ്റെ പ്ലാനൊക്കെ പൊളിയുമോ? നീ ഡെസ്പാവാതെ, ഒരു വഴിയുണ്ട്. പൊളിയിടുന്നു. +2 തോറ്റെ എനിക്ക് ആര് സർട്ടിഫിക്കറ്റ് തരായി? 10ാം ക്ലാസ് പാസ്സായല്ലോ, അത് മതി. നീ കെയർ ആൻഡ് ക്യൂറിൻ്റെ എഡ്യൂക്കേഷൻ വിങ്ങായ സെൻട്രൽ നഴ്സിംഗ് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്യും. അവരാകുമ്പോൾ 6 മാസം കൊണ്ട് നിന്നെ പ്രൊഫഷണൽ കെയർ ടേക്കറാക്കി മാറ്റും. എടി ഇതുപോലത്തെ ഒരുപാട് ഓൺലൈൻ കോഴ്സിൻ്റെ പരസ്യം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഇത് പഠിക്കാനൊന്നും പറ്റിയൊന്നുമില്ല. അതുകൊണ്ട് പറ്റൂലായിരിക്കും, പക്ഷേ ഇതുകൊണ്ട് പറ്റും. കാരണം ഇത് ഓൺലൈൻ കോഴ്സല്ല. 3 മാസത്തെ ക്ലാസ് റൂം ആൻഡ് പ്രാക്ടിക്കൽ ട്രെയിനിങ്. അത് കഴിഞ്ഞ് 3 മാസം ട്രിവാൻഡ്രത്തെ ലീഡിംഗ് ഹോസ്പിറ്റലിൽ ഓൺ ജോബ് ട്രെയിനിങ്. ചുരുക്കി പറഞ്ഞാൽ 6 മാസം കൊണ്ട് അവർ നിന്നെ ഏത് രോഗിയും ഏത് സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റാക്കി തരും. അതൊക്കെ ഓക്കെ, പക്ഷേ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് വെളിയിൽ പോകാൻ പറ്റുമോ? എനിക്ക് അത്ര അറിഞ്ഞാൽ മതി. പിന്നല്ലാതെ. എടാ ഇത് സെൻട്രൽ ഗവൺമെൻറ് സർട്ടിഫൈഡ് ബോഡിയായ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ നോർക്ക് അറ്റസ്റ്റേഷൻ വരെ ചെയ്യാൻ പറ്റുന്ന സർട്ടിഫൈഡ് കോഴ്സാണ്. ഇത് വെച്ച് നിനക്ക് ഇന്ത്യക്കകത്തോ പുറത്തോ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ 100% പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസും തരും. എടാ ഡിഗ്രി കഴിഞ്ഞവർ ഈ കോഴ്സ് പഠിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ എത്രയും പെട്ടെന്ന് അതിൽ ജോയിൻ ചെയ്യാം. തള്ള തുടങ്ങി. ദേ, ഒരു കെയർ ടേക്കറിൻ്റെ ബേസിക് ക്വാളിറ്റി എന്താണെന്ന് അറിയാമോ? ക്ഷമ. സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള രോഗിയെ നോക്കാനാണ് കെയർ ടേക്കറിനെ വയ്ക്കുന്നത്. വരുന്നു അമ്മേ. ഇത്രയും വിനയം മതിയാ? നീയേ ഒരു 2 മണിക്കൂർ തള്ളാരോടെ നിന്ന് നോക്കുക, അപ്പം മനസ്സിലാവും. ഞാൻ പോകണം.
ഞാൻ ഇന്നലെ വന്നതേ ഉള്ളടി മൂകാംബിയെ പോയിട്ട്. അവിടെ മാത്രം പോകാനായിരുന്നു പിള്ളേരുടെ പ്ലാൻ. പിന്നെ വരണ വഴി രാമേശ്വരം, മധുര എന്നൊക്കെ പറഞ്ഞ് 2 ദിവസം അങ്ങനെ അലച്ചിരുമായിരുന്നു. ഇതൊക്കെ അല്ലേടി ഒരു ഭാഗ്യം. ഞാൻ ഇതാ എൻ്റെ മുറ്റം കണ്ടിട്ട് തന്നെ എത്ര ദിവസമായി എന്നറിയോ. കിടന്ന് കിടന്ന് മടുത്തു. മോനെ, ഇവളെ ഇടയ്ക്കിടയ്ക്ക് പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോയി ഇരുത്തണം കേട്ടോ. ഒരേ കിടപ്പായതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല ക്ഷീണിച്ചിരിക്കുന്നു. ഇവിടെ വീൽ ചെയർ ഉണ്ടല്ലോ. ആ ഉണ്ട്. എല്ലാം ഉണ്ട്, ഒരു ഉപയോഗമില്ലതേ ഉള്ളൂ. എന്ത് ചെയ്തിട്ട് തള്ള ഇമ്പ്രസ് ആവുന്നില്ല. ആളിയ, ഇന്ന് വൈകിട്ടൊരു ഓട്ടം ഉണ്ടേ. അമ്മ, നമുക്ക് പോയാലോ? കുറച്ചുകൂടെ കഴിഞ്ഞു പോവാം. അമ്മ, ഈ മരുന്നെല്ലാം കഴിയാറായി. അത് പറയാൻ വേണ്ടി ഞാൻ സുനിലേട്ടനെ വിളിക്കുന്നുണ്ട് രാത്രി. വേറെ എന്തെങ്കിലും പറയണോ? വേണ്ട. അമ്മ, സുനിലേട്ടനോടൊന്ന് വന്ന് കാണാൻ പറയണോ? ഹലോ, ചേട്ടയില്ലേ? സുനിൽ പാക്ക് ചെയ്യാൻ വരണേ, ഒരു ഓഫീസ് ട്രിപ്പിന് പോകുന്ന. എന്തെങ്കിലും എമർജൻസി ഉണ്ടോ? അമ്മ നല്ല ഡൗണാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തു കൊണ്ടുവരുന്നു. അപ്പം നിങ്ങളൊക്കെ കാണാൻ ഒരു താല്പര്യമുള്ളതുപോലെ. സുനിലെ, അരുൺ അമ്മേനെ പുറത്ത് കൊണ്ടുപോയെന്ന്. അമ്മ ഭയങ്കര ഡൗണാണ്. അരുണ, എന്തിനാ അമ്മയെ പുറത്തു കൊണ്ടുപോയത്? ഇത്ര റെസ്പോൺസിബിൾ ആയിട്ടാണ് നിങ്ങൾ ഇതൊക്കെ ഡീൽ ചെയ്യുന്നത്? ചേട്ടാ, അതല്ല. ഒന്നും പറയണ്ട. അമ്മയ്ക്ക് ഫോൺ കൊടുത്തേ. അമ്മ ഉറങ്ങി. ഞാൻ 3 ദിവസത്തേക്ക് ട്രിപ്പ് പോവുകയാണ്. നാളെ രാവിലെ അമ്മ എണീറ്റ ഉടനെ ശ്രേയതാൻ വിളിച്ചോളാം. കേട്ടല്ലോ? ആ. അമ്മ, സുനിൽ നല്ല ദേഷ്യത്തിലാണ് പോയത്. എന്തിനാ ഈ കണ്ടീഷനിൽ പുറത്തിറങ്ങിയേ? ഞാൻ ഇവിടെ കിടന്ന് മുഷീണത് കണ്ടിട്ടാ മോളെ അവൻ എന്നെ പുറത്ത് കൊണ്ടുപോയത്. അമ്മ, 3 മാസം കൂടെ കഴിഞ്ഞ് അമ്മയുടെ കാര്യങ്ങൾ ഓക്കെ ആവും. അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. 4 ചുവര് നോക്കി എത്രയെന്ന് പറഞ്ഞാൽ മോളെ കിടക്കണത്. പുറത്തിറങ്ങാൻ പറ്റൂല, അതല്ലേ ഒരു കുറവുള്ളൂ. അല്ലാതെ അവിടെ അമ്മയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടോ? ഇന്നലെ വന്ന ഇവന് മനസ്സിലായി എനിക്ക് എന്തിൻ്റെ കുറവാണെന്ന്. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവില്ല. ആ ടൂർ പോയവൻ വരുമ്പം പറ ഇവിടെയും ഒരാളുണ്ടെന്ന്. നീ വിഷമിക്കേണ്ട മക്കളെ, ഞാൻ അവനോട് പറഞ്ഞോളാം. ഇതിൻ്റെ പേരിൽ അവൻ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകില്ലെന്ന് നീ പേടിക്കണ്ട. എടാ, ഈ തള്ള അത്ര പൊട്ടിയൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെ പോകുന്നതാണ്?
ഈ 3 ദിവസം ട്രിപ്പ് പോയാൽ പാച്ച് ചെയ്യാൻ ഞാൻ ഇനി ഡേ ആയിട്ടിരുന്ന് വർക്ക് ചെയ്യണം. അപ്പോഴാണ് എന്തായാലും ഇപ്പൊ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഒന്നും ഇല്ലല്ലോ. സുനിലെ, ഇതൊക്കെ ഈ വയസ്സായതിന്റെ പ്രശ്നമാണ്. എന്തായാലും അമ്മയെ വിളിച്ച് കാര്യം പറ, അല്ലെങ്കിൽ അരുണിനെ വിളിച്ച് മാനേജ് ചെയ്യാൻ പറ. അവർ തമ്മിലിപ്പോ നല്ല റാപ്പോ ആണല്ലോ. ഞാനൊന്ന് വിളിക്കാം എന്തായാലും. അല്ല, ഇപ്പൊ കണ്ടിട്ട് എന്തിനാണ്? എന്തായാലും ഈ അസുഖമൊന്നും മാറാൻ പോണില്ലല്ലോ. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കുറെ കാശ് കളയാൻ വേണ്ടി. എന്തായാലും വിസ പുതുക്കാൻ പോകുന്ന കൂട്ടത്തിൽ അങ്ങോട്ട് പോകണല്ലോ. അതുവരെ അവരോട് മാനേജ് ചെയ്യാൻ പറ. ചേട്ടാ, അമ്മ ഒട്ടും ഓക്കെ അല്ല. ഇന്നലെയും കൂടെ നിങ്ങളുടെ മോളുടെയൊക്കെ ഫോട്ടോ നോക്കിയിരുന്ന് കരയുന്നുണ്ടായിരുന്നു. ഒരാഴ്ചത്തേക്കെങ്കിലും വന്നിട്ട് പോകാൻ പറ്റുമോ? ഇത് എന്തറിഞ്ഞിട്ടാണ്? എടോ, ഇവിടുന്ന് അങ്ങ് അച്ഛൻ വരെ വരുന്നത് തന്നെ ഒരു ചെലവാണ്. പിന്നെ ജോലിയിൽ നിന്ന് ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് മാറി നിൽക്കാൻ പറ്റുന്ന സിറ്റുവേഷനും അല്ല ഇവിടെ. എന്തായാലും 3 മാസം കഴിയുമ്പോൾ വിസ പുതുക്കാൻ വേണ്ടി ഞാൻ നാട്ടിലോട്ട് വരും. താൻ അതുവരെ എങ്ങനെയെങ്കിലും അമ്മ ഡൗൺ ആവാതെ ഒന്ന് മാനേജ് ചെയ്യും. ഞാൻ ശ്രമിച്ചോളാം. 3 മാസം കഴിഞ്ഞ് അവൻ വരെയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ. നീ നിൻ്റെ പാട് നോക്കിപ്പോ. പിന്നെ നാളെ തൊട്ട് വീഡിയോ കോൾ ചെയ്യുമ്പോൾ നീ ചെയ്താൽ മതി. 2 ദിവസം എന്നെ കാണാതിരിക്കുമ്പോൾ എൻ്റെ വിഷമം അവന് മനസ്സിലാവും. എണീറ്റില്ലേ ഇതുവരെ? എത്ര നേരമായി? പെട്ടെന്ന് എണീറ്റേ. മരുന്ന് കഴിച്ചിട്ട് ഡോക്ടറെ കാണാൻ പോകാനുള്ളതാണ്. ശ്യാമനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് എണീറ്റ് കുളിച്ച് റെഡിയായിട്ട് വന്നാൽ നമുക്ക് പെട്ടെന്ന് പോവാം. അമ്മ, അമ്മ, അമ്മ. സുനിലെ, നമുക്ക് ഇറങ്ങണ്ടേ? എനിക്ക് ടിക്കറ്റ് ഒന്ന് നോക്കാൻ വയ്യ. നീ ആ ജയറാമിനെ വിളിച്ചിട്ട് ഇമ്മീഡിയറ്റ് ഫ്ലൈറ്റിലുണ്ടോ നോക്കാൻ പറ്റില്ല. എന്നാലും കാണണമെന്ന് പറഞ്ഞിട്ട്. അമ്മ ഒരുപാട് ആഗ്രഹിച്ചെന്നില്ല ആൻറ്റി എന്നൊന്ന് കാണാനായിട്ട്. ചേട്ടാ, ഞാൻ ചേട്ടനോട് വെറുതെ പറയുന്നത്. നീ എനിക്ക് സർപ്രൈസ് ഉണ്ടാക്കി തന്നെയാണോ? തന്നെ ഈ ഇരിക്കുന്ന അമ്മ മരിച്ചെന്ന് പറഞ്ഞാൽ നിനക്ക് എങ്ങനെ നാവ് പൊങ്ങിയടാ? നിന്റെ തോന്നുന്നത് നിന്റെ എത്ര രൂപ പൊട്ടിന്നറിയൂ? സമാധാനം വിട. ഞാൻ പറഞ്ഞിട്ടാണ് അമ്മ വിളിച്ചത്. ഞാൻ ചത്തതെന്നറിഞ്ഞ അവർ വരുമല്ലേടാ? അമ്മ, ഇതൊരൽപ്പം കടന്ന കൈയായിപ്പോയി. ഒരു 3 മാസം കൂടെ കഴിഞ്ഞ് ഞാൻ വരുമെന്ന് പറഞ്ഞല്ലേ, പിന്നെ എന്തിനാണ് എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ? സുനിലെ, മതി. രാത്രി ഉറങ്ങാൻ കിടന്ന് രാവിലെ എണീക്കൊന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത പ്രായക്കാരാണ് ഞങ്ങളൊക്കെ. അപ്പോഴാണ് 3 മാസം. എടാ, നീ നിന്റെ അമ്മയെ നേരിട്ട് കണ്ടിട്ട് എത്ര വർഷമായിടാ? പൈസ മാത്രം മതിയാ? ചേട്ടാ, ഇപ്പം പൈസ പോയതിൻ്റെ ദേഷ്യമല്ലേ ചേട്ടൻ ഇവിടെ കാണിച്ചത്? പക്ഷെ തിരിച്ചാലോചിച്ച് നോക്കിക്കേ, ഇത് സത്യമായിരുന്നെങ്കിലോ? ഇപ്പം പോയ പൈസ അടുത്ത മാസം പണിയെടുത്ത ചേട്ടൻ ഉണ്ടാക്കാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അമ്മ അവസാനമായിട്ടൊരു കാര്യം പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റാതെ വന്നാലേ ജീവിതകാലം മൊത്തം അതിൻ്റെ വിഷമം നിങ്ങൾക്ക് മാറുമോ?
എടാ, ഒരു 10 ദിവസം നിൻ്റെ മോളെ ഇവിടെ വിട്ടിട്ട് നിങ്ങൾ പോ. അപ്പോഴേ എൻ്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സദാസമയം എന്നെ കെട്ടിപ്പിടിച്ച് ഇവിടെ നിൽക്കാനല്ല ഞാൻ പറഞ്ഞത്. ഈ വിസ പുതുക്കാനല്ലാതെ വർഷത്തിൽ 10 ദിവസം എൻ്റെ കൂടെ ഒന്ന് നിന്നാൽ അത് മതി എനിക്ക്. മാസാമാസം പൈസ അയച്ചു തന്ന് ചടങ്ങിന് ഒരു വീഡിയോ കോളും ചെയ്താൽ മാത്രം പോരാ. നിനക്കൊരു വർഷത്തിൽ 10 ലീവ് കിട്ടൂലേ? ഇവിടെ വരാനുള്ള പൈസയും നിനക്കില്ലേ? എല്ലാം ഉണ്ട്, മനസ്സ് മാത്രമില്ല. അമ്മ അവിടെ അത്രയ്ക്ക് ജോലി തിരക്കായോണ്ടാണ്. അമ്മ മരിച്ചെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ മോക്ക് ഈ തിരക്കൊന്നും ഇല്ലായിരുന്നല്ലേ? അപ്പം വേണമെന്ന് വെച്ചാൽ എല്ലാം നടക്കും. ഈ കുഞ്ഞു മക്കൾക്ക് വയ്യാതായാലേ അവരവരുടെ അമ്മയും അച്ഛനെയും വിടാതെ പിടിച്ചിരിക്കും. അത് അവരുടെ അസുഖം മാറാനൊന്നുമല്ല, അതൊരാശ്വാസമാണ്. അതുപോലെയാണ് മോനെ നമുക്ക് വയസ്സായവർക്കും. നാളെ നമുക്ക് വയ്യാതാകുമ്പം മക്കളടുത്തുണ്ടെങ്കിൽ നമുക്ക് പകുതി ആശ്വാസമാണ്. ചേട്ടാ, ഞാൻ ഹോം നഴ്സും കെയർ ടേക്കറൊന്നുമല്ല. എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളെ ഇമ്പ്രസ് ചെയ്ത് കാനഡയിൽ വരാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ ഇവിടെ വന്ന് ഈ അമ്മയെ നോക്കിയപ്പോൾ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഞാൻ ഇനി എങ്ങോട്ടുമില്ല. എൻ്റെ വീട്ടിലുണ്ടൊരമ്മ. അവരുടെ ആയ കാലത്ത് അവരെന്നെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ അവർക്കാവില്ലാത്ത ഈ കാലത്ത് ഞാൻ അവരുടെ കൂടെ വേണമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എന്നാലും വല്ലപ്പോഴും വന്ന് എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോ. എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അന്യ നാട്ടിൽ ജോലിയും കളഞ്ഞ് സ്വന്തം നാട്ടിൽ വന്ന് നിൽക്കാൻ കൊതിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. പക്ഷെ നീ അങ്ങനെയല്ല, നിനക്ക് എല്ലാം ഉണ്ട്. എനിക്ക് ഒന്നേ പറയുള്ളൂ, ഞാൻ ചത്തു കിടന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടോ എനിക്ക് വാക്കരി ഇട്ടുകൊണ്ടോ ഞാൻ ഒന്നും അറിയാൻ പോണില്ല. അറിയണ സമയത്ത് നിങ്ങളൊന്ന് പോ. ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്വന്തം നാടും വീട്ടുകാരെയൊക്കെ വിട്ടിട്ട് വിദേശത്ത് പോയി സെറ്റിൽ ആവുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ സ്വന്തം അച്ഛനും അമ്മയും ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കുമ്പോൾ പോലും അതിന് മനസ്സ് കാണിക്കാതിരിക്കുന്നത് വലിയൊരു തെറ്റാണ്. ഓഫീസിൽ വൻ തിരക്കാണ്, സമയമില്ല, വന്നു പോകാനൊക്കെ ഭയങ്കര ചിലവാണെന്നൊക്കെ പല കാരണങ്ങൾ നമ്മളിപ്പോൾ പറയും. പക്ഷെ നാളെ ഒരു നാൾ നമ്മൾ അവരെ കാണാൻ വേണ്ടി കൊതിക്കുമ്പോൾ ഈ ലോകത്ത് നമ്മളെ ചേർത്ത് പിടിക്കാൻ അവർ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. പലരും വിചാരിക്കുന്നത് പാരൻസിന് പൈസയും സൗകര്യമൊക്കെ ഒരുക്കി കൊടുത്ത് 2 CCTV വെച്ചാൽ എല്ലാം ആയിന്ന്. അത് നിങ്ങളുടെ വെറും തോന്നൽ മാത്രമാണ്. അവർ നിങ്ങളുടെ പ്രസൻസും സ്നേഹവും കൊതിക്കുന്നുണ്ട്. പേരക്കുട്ടികളെ കെട്ടിപ്പിടിക്കാനും കളിക്കാനും ആഗ്രഹിക്കുന്നു. ആ ഒരു മൊമെൻ്റ് അവർക്ക് സമ്മാനിക്കേണ്ടത് നിങ്ങളുടെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ്. ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങളുടെ കണ്ണ് നനയിച്ചാണ്. പക്ഷേ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ യൂഷ്വൽ റൂട്ടീനിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ പലപ്പോഴായിട്ട് മാറ്റിവെച്ച യാത്ര നിങ്ങൾ നടത്തിയ അത് നിങ്ങളുടെ പാരൻസിന് നിങ്ങളാൽ കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റായിരിക്കും. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുണ്ട്. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്നു.